Praise the Lord, 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 praise the Lord. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, അപ്പച്ചാ നല്ല സമയത്തെ ഓർത്തിരുന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ മെജി ഹോസ്പിറ്റൽ വായ്സ് മൂലമാകെ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്കുള്ളിലുമായിരിക്കുന്ന കടഞ്ഞരോട് ദുഃഖത്തോട് നെടുവീർപ്പോട് പലവിധപ്പെട്ട പ്രയാസങ്ങളിലെ രോഗത്തിലെ കഷ്ടപ്പാടുകളിലെ പട്ടിണിയിലെ നിന്ദനകളിലെ കർത്താവേ ക്ഷീണിതരായി കിടക്കുന്ന തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തുവാൻ ശക്തിപ്പെടുത്തുവാൻ ഈ പ്രാർത്ഥന ഒരു പ്രാവശ്യം കൂടെ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭവനത്തിലേക്ക് അയക്കാനുള്ളൊരു ഭാഗ്യം അടിയനെ തന്നല്ലോ. അതിനായി സ്തോത്രം. ഏതെല്ലാം ഭവനങ്ങളിൽ ഈ പ്രാർത്ഥന പോയി കയറുന്നു അവിടെ ദൈവത്തിൻ്റെ വിളക്കരിയണം, ദൈവത്തിൻ്റെ സന്തോഷം ഉണ്ടായിരിക്കണം, ദൈവത്തിൻ്റെ കരം അവിടെ ചലിക്കണം, നിൻ്റെ വീര്യ പ്രവൃത്തി അങ്ങ് വെളിപ്പെടണം. അവിടെ ദുഃഖവും കണ്ണുനീരും നെടുവീർപ്പും മാറണം, അവിടെ മധുരമാകണം, അവിടെ ബലവീനം മാറി അവർ പുതിയ ബലം പ്രാപിക്കണം, ശക്തി പ്രാപിക്കണം, രോഗത്തിൻ്റെ ബന്ധങ്ങൾ അഴിയണം, പൈശാചിക പോരുകൾ മാറണം, കുടുംബത്തിൽ കാണുന്ന എല്ലാ വഴക്കും മല്ലും എല്ലാം മാറി സ്വർഗ സന്തോഷം കുടുംബത്തിൽ അനുഭവിക്കാൻ കർത്താവ് കൃപ ചെയ്യണം. കുഞ്ഞുങ്ങളുടെ ജോലിയുടെ തടസ്സങ്ങൾ മാറണം, വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ മാറണം, കുഞ്ഞുങ്ങൾ കർത്താവ് ജനിക്കുന്നുള്ള തടസ്സങ്ങൾ മാറണം, വീട് പണിയുന്നതിൻ്റെ തടസ്സങ്ങൾ മാറണം. നിൻ്റെ കുഞ്ഞുങ്ങൾ ഏതെല്ലാം നന്മயான കാര്യങ്ങൾ ചെയ്യുവാൻ തീരുമാനിക്കുന്നത് തടസ്സം ചെയ്യുന്ന എല്ലാ ശത്രുവിൻ്റെ തടസ്സങ്ങളും മാറണം. എല്ലാ വിധത്തിലും കുഞ്ഞുങ്ങൾ ഫ്രീഡമായിരുന്ന് സന്തോഷമായി ദൈവകൃപ നിൽക്കുവാൻ, നന്നായി ദൈവത്തെ സ്തുതിക്കുവാൻ, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുവാൻ, ഫ്രീഡമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ, ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ, ദൈവത്തിന് വേണ്ടി സമയത്തെ വേർതിരിക്കുവാൻ നല്ല ഹൃദയം, നല്ല മനസ്സ് ഓരോരുത്തർക്കും നീ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. നിന്റെ വരവ് അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവസാന പീരീഡിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിനക്ക് വേണ്ടി അധികമായി അധ്വാനിക്കുവാനും ഓടുവാനും വാരി വാരി കൊടുക്കുവാനുള്ള കൃപ നീ നിന്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണങ്ങൾ വൈദ്യനും ഡോക്ടർക്കും വക്കീലിനും കൊടുത്ത് നശിക്കുവാൻ ദൈവം സമ്മതിക്കരുത്. ആവശ്യമില്ലാത്തൊരു ചെലവുകൾ കുഞ്ഞുങ്ങൾക്ക് വരരുത്, ഒരു നഷ്ടവും വരരുത്, ഒരു കഷ്ടവും വരരുത്. അവരുടെ അധ്വാന ഫലങ്ങളെ നീ അനുഗ്രഹിപ്പീരാകെ. കൈയിലൂടെ എല്ലാ അധ്വാന ഫലങ്ങളെയും കർത്താവ് അനുഗ്രഹിപ്പീരാകെ. ഗർഭകനികളെ കർത്താവ് അനുഗ്രഹിപ്പീരാകെ. കുഞ്ഞുങ്ങളുടെ ഭവനത്തെയും അവർ ചെയ്യുന്ന എല്ലാത്തെയും കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ ഉറവിടം കുഞ്ഞുങ്ങൾക്ക് തുറന്നു കൊടുക്കണം, പുതിയ ഉറവിടം തുറന്നു കൊടുക്കണം. ഒരുത്തർക്കും ഒരു നഷ്ടമോ കഷ്ടമോ വരുവാൻ ദൈവം സമ്മതിക്കരുത്. ഒരുത്തരും ദൈവ സ്നേഹത്തെ വിട്ട് കൈവിട്ടു പോകാനും സമ്മതിക്കരുത്. ബലപ്പെടുത്തിക്കാട്ടെ, അടിയനെ താങ്ങണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഇന്ന് MG ഹോസ്പിറ്റൽ വായ്സ് മൂലമായി ഒരു പ്രാവശ്യം കൂടി നിങ്ങളോട് സമയത്തെ ചെലവഴിക്കാൻ കർത്താവ് ഭാഗ്യത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച് 1141 ദിവസത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം നമുക്ക് കൃപ തന്നിരിക്കുകയാണ്. ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തി, ഇനിയും ദൈവം നമ്മളെ നടത്തുവാൻ ശക്തനാണ്. ഓക്കെ, നമുക്കൊന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ച് പ്രാർത്ഥിക്കാം. ലേവ്യ പുസ്തകം 25 അധ്യായത്തിൻ്റെ 25 അധ്യായത്തിൻ്റെ 17, 18, 19 വാക്യമാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കണം. 17 വാക്യം, ആകയാൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ അന്യായം ചെയ്യരുത്. ദൈവത്തിൻ്റെ ആലോചന ഏത് കേട്ടോ. നമ്മൾ തമ്മിൽ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരോ അപ്പനമ്മയോ കുഞ്ഞുങ്ങളോ സഹോദരങ്ങളോ സഭയിലോ പാസ്റ്ററോ വിശ്വാസിയോ കൂടെ പറഞ്ഞ സഹോദരങ്ങളോ ആരാണേലും ശരി, അവിടെ പറഞ്ഞ ആകയാൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ അന്യായം ചെയ്യരുത്, നിന്റെ ദൈവത്തെ ഭയപ്പെടണം. അപ്പോൾ ആരിതാ അന്യായം ചെയ്യുന്നത്? ദൈവത്തിനെ ഭയപ്പെടാത്തവർ. നിന്റെ ദൈവത്തെ നീ ഭയപ്പെടണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ ദൈവമായതുകൊണ്ടാണ് നിങ്ങൾ ഭയപ്പെടണമെന്ന് പറയാൻ കാരണം. ദൈവത്തിന് സ്തോത്രം. അടുത്ത് പറയുന്ന വാക്യം, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് എൻ്റെ വിധികൾ പ്രമാണിച്ച് ആചരിക്കണം. എന്തുകൊണ്ട്? അവർ നമുക്ക് ദൈവമായിരിക്കുന്നത് കൊണ്ട്. നിശ്ചയമായിട്ട് കർത്താവ് പറയാണ്, ആമീൻ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് എൻ്റെ വിധികൾ പ്രമാണിച്ച് ആചരിക്കണം, എന്നാൽ നിങ്ങൾ ദേശത്ത് നിർഭയം വസിക്കും. അപ്പം നമ്മൾ ദേശത്തിൽ നിർഭയം വസിക്കണമെങ്കിൽ ഈ വാക്യങ്ങൾ, ഈ ആലോചനകൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ നിബന്ധനകൾക്ക് നമ്മൾ അനുസരിക്കണം, ചെവി കൊടുക്കണം. അടുത്തവിടെ പറയുന്നത് 19 വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, എത്രമാത്രം വ്യക്തമായിട്ടാണ് പറയുന്നത്, ഭൂമി അതിൻ്റെ ഫലം തരും, നിങ്ങൾ തൃപ്തിയായി ഭക്ഷിച്ച് അതിൽ നിർഭയം വസിക്കും. ഭൂമി അതിൻ്റെ ഫലം തരും, നിങ്ങൾ തൃപ്തിയായി ഭക്ഷിച്ച് അതിൽ നിർഭയം വസിക്കും. ഇന്ന് ഡോക്ടർ പറയുന്നു 1/2 ലിറ്റർ വെള്ളമേ കുടിക്കാവൂ, ഈ ഫുഡ് കഴിക്കരുത്, ആ ഫുഡ് കഴിക്കരുത്, ഈ ഫ്രൂട്ട്സ് കഴിക്കരുത്, ആ ഫ്രൂട്ട്സ് കഴിക്കരുത്. ഇങ്ങനെ ഒത്തിരി നിബന്ധനകൾ, കണ്ടീഷൻ ഡോക്ടർമാർ നമുക്ക് കൊടുത്തു. അതുപോലത്തെ രോഗങ്ങളാണ് നമ്മുടെ ശരീരത്തിലിരിക്കുന്നത്, അതുപോലത്തെ രോഗങ്ങൾ. അതുകൊണ്ട് എല്ലാം നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ കാണുന്നു, ചക്ക കാണുന്നു, മാങ്ങ കാണുന്നു, എല്ലാം കാണുന്നു, പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അനേകരുടെ ജീവിതത്തിൽ അത് കഴിക്കാൻ പറ്റും. ഇഷ്ടംപോലെ കഴിച്ച് കുടിച്ച് നന്നായിട്ട് ജീവിച്ചു വരുന്ന പാർട്ടിയാണ് നമ്മൾ. ഒന്നും അങ്ങോട്ട് ഒതുക്കി വയ്ക്കാതെ എല്ലാത്തെയും നമ്മൾ സന്തോഷമായിട്ട് അനുഭവിച്ച പാർട്ടികളാണ്. പക്ഷെ ഇപ്പോൾ നമ്മളെ കൊണ്ട് അതൊന്നും അങ്ങോട്ട് പറ്റുന്നില്ല.
കഴിക്കാൻ പറ്റത്തില്ല, കഴിക്കരുതെന്നുള്ള കണ്ടീഷനാണ്. കഴിച്ചത് വേറെ സൈഡ് എഫക്റ്റ് നമുക്ക് വരുന്നു. ഇങ്ങനെ പേടിച്ച് വിറച്ച് കണ്ണ് നിറഞ്ഞിരിക്കുക നമ്മുടെ അനേകരുടെ ജീവിതത്തിൽ. അത് മാത്രമല്ല, അനേക കാര്യങ്ങൾ നമുക്ക് പരാജയപ്പെടുകയാണ്. ഒരു കൃഷി ആയിരിക്കട്ടെ, ഒരു ബിസിനസ് ആയിരിക്കും, ഒരു കമ്പനി ആയിരിക്കട്ടെ, ജോലി ആയിരിക്കട്ടും, ഏതും പെട്ടെന്ന് കൈവിട്ടങ്ങ് പോവാണ്. അതൊരു പരാജയമാണ് നമുക്ക്. കന്നുകാലിയെ വളർത്തുന്നു, കോഴിയെ വളർത്തുന്നു, പെട്ടെന്ന് കോഴിയെല്ലാം ചാകുന്നു, കന്നുകാലി ചാകുന്നു, ആട് ചാകുന്നു, വാഴ വെച്ചാൽ കൊലയെല്ലാം കാറ്റടിച്ച് അത് മുറിഞ്ഞു പോകുന്നു. എല്ലാം ഏത് കൃഷി ചെയ്താലും നഷ്ടം, ഏതെടുത്താലും നഷ്ടം, ഏത് തൊട്ടാലും നഷ്ടം ആണ് ഇവിടെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഭൂമി അതിന്റെ ഫലം തരും, നിങ്ങൾ തൃപ്തിയായി ഭക്ഷിച്ച് അതിൽ നിർഭയം വസിക്കും. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ആമേൻ. ആകയാൽ നിങ്ങൾ തമ്മിൽ അന്യായം ചെയ്യരുത്, നിന്റെ ദൈവത്തെ ഭയപ്പെടണം. ഈ കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നീ ചെയ്യുന്നത് തമ്മിൽ എന്തോ ചെയ്യണം? തമ്മിൽ അന്യായം ചെയ്യരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ ഇന്നത് വേരോടെ പറിച്ച് എറിഞ്ഞേക്കണം. ആരെങ്കിലും നശിപ്പിക്കണം, ആരോടെങ്കിലും പഴി പറയണം, ആർക്കെങ്കിലും ദ്രോഹം ചെയ്യണം, ഏതെങ്കിലും വീടിന്റെ വിളക്ക് അണയ്ക്കണം, അങ്ങനെ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ഇന്ന് അത് വേരോടെ പറിച്ച് കളഞ്ഞേക്കണം. എല്ലാവരോടും മനരമ്യമായിരിക്കണം, സന്തോഷമായിരിക്കണം, സമാധാനം. നിങ്ങൾക്ക് നിറയെ പേര് സഭയ്ക്കകത്തിരുന്നിട്ട് ദൈവദാസന്മാർക്ക് വിരോധമാ, സഭയ്ക്ക് വിരോധമാ, തന്നോട് പക്കമോ ആൾക്കളെ തിരിച്ച് എത്രയോ അന്യായങ്ങളാണ് ഇപ്പൊ സഭയ്ക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം സഭകളാണ് ഉടയ്ക്കപ്പെടുന്നത്, ചിതറുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾക്ക് കൊടുക്കപ്പെട്ട ശുശ്രൂഷകൾ, നിങ്ങൾക്ക് കൊടുക്കപ്പെട്ട ദൈവസഭ, നിങ്ങൾ കൊടുക്കപ്പെട്ട ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, ഭവനം, നിങ്ങളുടെ എല്ലാ പ്രോപ്പർട്ടികൾ എല്ലാം അനുഗ്രഹിക്കണമെങ്കിൽ, ദൈവകൃപയിൽ നിങ്ങൾ നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കണം. ദൈവം പറയുന്നത് പോലെ തന്നെ ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് എൻ്റെ വിധികൾ പ്രമാണിച്ച് ആചരിക്കണം. എന്നാൽ നിങ്ങൾ ദേശത്ത് നിർഭയം വസിക്കും. ഇത് ചെയ്തെങ്കിൽ മാത്രമേ നിനക്ക് ദീർഘായുസുള്ളൂ, സമാധാനമുള്ളൂ, ശരീരസുഖമുള്ളൂ, സന്തോഷമുള്ളൂ. ഇത് ചെയ്യാത്തടത്തോളം കാലം നമുക്ക് പരാജയമാണ്, കണ്ണുനീരാണ്, ദുഃഖമാണ്, വേദനയാണ്. നമ്മുടെ രോഗം മാറാതെ, കണ്ണുനീര് മാറാതെ, നമ്മുടെ പട്ടിണി മാറാതെ, ഏതെടുത്താലും നഷ്ടം. ഒരു തൃപ്തിയായിട്ടുള്ള ഒരു ആഹാരമില്ല, ഒരു വസ്ത്രമില്ല, കിടന്ന് നമുക്ക് ഉറങ്ങാൻ വയ്യ, എല്ലാം നമുക്ക് വേദനകളാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമുക്ക് പഠിപ്പിക്കുമ്പോൾ, ദൈവത്തിന്റെ ആലോചന കേൾക്കുമ്പോൾ അതിനങ്ങോട്ട് അനുസരിച്ച് വിട്ടുകൊടുക്കണം. നമ്മൾ ആരെയും കുറ്റം പറയരുത്. ഇത് അയലോക്കക്കാർ ചെയ്ത കൂടോത്രമാണ്, അല്ല ഇവർ ചെയ്ത കൂടോത്രമാണ്. ഒന്നും നമുക്ക് ആരും കൂടോത്രം ചെയ്തിട്ടില്ല. നമ്മൾ ദൈവസന്നിധാനത്തിൽ വന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് പഠിപ്പിക്കുന്ന പ്രകാരം നമ്മൾ ഉണ്ടോ, അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ദൈവത്തോട് എത്രമാത്രം അടുത്തിരിക്കുന്നു, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി എങ്ങനെ നിങ്ങൾ കൊടുക്കുന്നത്, ആത്മാർത്ഥതയോട് നിങ്ങൾ ചെയ്യുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഞാനിപ്പോൾ നിങ്ങൾക്ക് ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കും. എനിക്ക് വേണ്ടി എത്ര പേര് പ്രാർത്ഥിക്കും എനിക്കറിയത്തില്ല. ഈ പ്രാർത്ഥന എത്ര പേര് വേണ്ടാന്ന് அப்படியே വേസ്റ്റ് എടുത്തിട്ട് കുപ്പയിലിടുന്ന പോലെ നിങ്ങൾ കരയുന്നു എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ കടമ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, എനിക്കത് വിഷയമല്ല. നിങ്ങളിത് എങ്ങനെ ഇത് സ്വീകരിക്കുന്നത് എനിക്കത് വിഷയമല്ല. എൻ്റെ ഡ്യൂട്ടി, ദൈവം തന്ന ഡ്യൂട്ടി ഞാൻ നിഷ്കളങ്കതയോടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലം ദൈവം എനിക്ക് തരും, നിശ്ചയമായി ദൈവം എനിക്ക് തരും. അതുകൊണ്ട് നിശ്ചയമായി നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾക്ക് നല്ലത്, അനുസരിച്ചാൽ നല്ലത്, നിങ്ങളുടെ തലമുറയ്ക്ക് നല്ലത്, കുഞ്ഞുങ്ങൾക്ക് നല്ലത്, നിങ്ങൾക്ക് നല്ലത്. നിങ്ങളോട് ദൈവം എന്താ വിളിച്ച അവിടെ അവസാനം പറയുന്നത്? നിങ്ങൾ തൃപ്തിയായി ഭക്ഷിച്ച് അതിൽ നിർഭയം വസിക്കും. എല്ലാം തൃപ്തിയായി കഴിച്ച് നിർഭയം വസിക്കാൻ കർത്താവ് കൃപ തരും. അതിന്റെ മേലത്തെ അവസാന വാക്യം പറയുന്നത്, എന്നാൽ നിങ്ങൾ ദേശത്ത് നിർഭയം വസിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനകൾക്ക് അനുസരിക്കുക, വിട്ടുകൊടുക്കുക, ദൈവകൃപയിലേക്ക് കടന്നു വരിക. ദൈവം ഒരു ദോഷവും തട്ടാതെ നിങ്ങളെ പരിപാലിക്കും. ഈ വാക്യങ്ങൾ തുടർന്ന് വായിക്കണം, ചിന്തിക്കണം, ധ്യാനിക്കണം, ഒക്കെ അനുസരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഒരു പ്രാവശ്യം കൂടി 1141 ദിവസം നിന്റെ പാദത്തിൽ വന്ന് കുഞ്ഞുങ്ങൾക്ക് ഈ ആലോചന കൊടുക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം ഒരു ഭാഗ്യം തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഓരോരുത്തരുടെ ജീവിതത്തിലും ഇത് അനുഗ്രഹമായി മാറട്ടെ, സന്തോഷമായി മാറട്ടെ, ആനന്ദമായി മാറട്ടെ. എല്ലാത്തിലും അവർ തൃപ്തിയായിരിക്കുവാൻ കർത്താവ് സഹായിച്ചാട്ടെ. ദൈവമേ, എല്ലാ വിധமான ഫുഡുകൾ, എല്ലാ ഫ്രൂട്ട്സ്, നന്നായിട്ട് വെള്ളം കുടിക്കുവാൻ, നല്ല ആരോഗ്യം, നല്ല ദഹനശക്തി, നല്ല സുഖം, നല്ല കണ്ണിന് കാഴ്ച, നല്ല കാതിന് കേൾവി, അസ്ഥികളെല്ലാം ബലൻ, മാംസത്തിന് ബലൻ, നരമ്പിന് ബലൻ, മസിൽസിന് ബലൻ. കർത്താവെ, കിഡ്നികളെല്ലാം ഫുഡം നല്ല സ്റ്റഡിയായി, ഹാർട്ടുകൾ, ലിവറുകൾ, കിഡ്നികളെല്ലാം, ചങ്ക് പകുതികളെല്ലാം നല്ല സുഖമായി. കർത്താവെ, ലിവറെല്ലാം നല്ല സുഖമായി. എല്ലാ ശ്വാസക്കൊഴലുകൾ, കർത്താവ്, വൻകുടൽ, ചെറുകുടൽ, കർത്താവേ സ്തോത്രം, എല്ലാ അവയവങ്ങളും, കിഡ്നികളെല്ലാം നല്ല ബലം പെട്ട് ആരോഗ്യമടയുവാൻ കർത്താവ് സഹായിക്കണം. ശരീരത്തിന്റെ എല്ലാ ക്ഷീണങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ബന്ധനങ്ങൾ കർത്താവ് മാറ്റണം. അവർ തൃപ്തിയായിരിക്കാൻ കർത്താവ് സഹായിക്കണം. ഈ വാക്യം പറഞ്ഞതുപോലെ തന്നെ ദൈവത്താവ് ഭൂമി അതിന്റെ ഫലം തരും. നിങ്ങൾ തൃപ്തിയായി ഭക്ഷിച്ച്
അതിൽ നിർഭയം വസിക്കുമെന്ന് പറഞ്ഞല്ലോ. ആ ഭാഗ്യം നിന്റെ കുഞ്ഞുങ്ങൾക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഒരുത്തരെയും കൈവിടരുത്, ഒരുത്തരും ഉപേക്ഷിക്കരുത്, ഒരുത്തരും തീരാതെ രോഗത്തിനോ കർത്താവെ തീരാതെ മരണത്തിനോ ശാപത്തിനോ അടിമകളായി പോകുവാൻ ദൈവം സമ്മതിക്കരുത്. ഏതെടുത്താലും നഷ്ടം, ഏതെടുത്താലും തോൽവി, കുടുംബം ഇടിയുന്നു, കുഞ്ഞുങ്ങൾ കൈവിട്ടു പോകുന്നു, സന്തോഷം നഷ്ടപ്പെടുന്നു, ആരോഗ്യം നഷ്ടപ്പെടുന്നു. കർത്താവെ കുടുംബത്തിലൊരു നരകം, കുടുംബത്തിൽ വേദന, കണ്ണുനീര്, ഏത് സമയത്തും കർത്താവെ വേദനയും പുലമ്പലുമായി കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതൊരു ആശ്വാസമാകെ ദൈവം കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഈ വാക്യം വായിക്കുമ്പോൾ അവർ മാനസാന്തരപ്പെട്ടിട്ട് അനുസരിക്കട്ടെ, വിട്ടുകൊടുക്കട്ടെ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഒതുക്കി വയ്ക്കാതെ ദൈവത്തിന് മുട്ടുമടക്കുവാൻ, ദൈവമേ ഇതെനക്കുള്ള ദൂതാണ്, എൻ ഭവനത്തിലുള്ള ദൂതാണ്, എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ള ദൂതാണെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ മുട്ടുമടക്കി ഏറ്റെടുത്തുകൊണ്ട് ധ്യാനിച്ച് രക്ഷപ്പെട്ട് വിടുതൽ പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കണം. ഒരുത്തരെയും കൈവിടരുത്, ഒരുത്തരും ഉപേക്ഷിക്കരുത്, ഒരുത്തരും കൈവിട്ട് പോകരുത്, ഒരുത്തരും താളടിയാകരുത്, ഒരുത്തരും നശിക്കരുത്. കണ്ണുനീരിനും നെടുവീർപ്പിനും മറുപടി അപ്പച്ചൻ കൊടുക്കണം. മുറിവുകളെല്ലാം പൊറിപ്പിക്കണം, വേദനയെല്ലാം മാറ്റണം, ആശ്വാസത്തിന്റെ കരം നീട്ടണം. കർത്താവേ അനുഗ്രഹത്തിന്റെ കരം നീട്ടണം. ഇപ്പൊ പ്രസവത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല പ്രസവത്തെ കൊടുക്കണം. വിവാഹത്തിന് ഒരുങ്ങിയിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ വിവാഹം നന്നായിട്ട് നടക്കണം. കർത്താവെ വിവാഹത്തിനിടയെ ഉറപ്പിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് നടക്കണം. ഭവനത്തിന്റെ പണികൾ ആരംഭിക്കുന്നു, അത് കർത്താവെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അത് പൂർത്തീകരിക്കണം. കുഞ്ഞുങ്ങളുടെ പഠനം പാതി നീക്കുവാൻ ദൈവം സമ്മതിക്കരുത്, അത് പൂർത്തീകരിക്കണം. കുഞ്ഞുങ്ങളുടെ വളർച്ച അത് പൂർത്തീകരിക്കണം. കുഞ്ഞുങ്ങൾ പഠിച്ചു കഴിഞ്ഞ് വളരെ നല്ല ജോലി അവർക്ക് ലഭിക്കണം. ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെല്ലാം സന്തോഷത്തോടെ ദൈവം എനിക്ക് അത്ഭുതം ചെയ്ത് വിളിച്ച് പറയണം. ദൈവമേ സ്തോത്രം. ഒരു ഭവനവും തകരരുത്, ഒരു കർത്താവെ കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ ഭിന്നിക്കരുത്, കുഞ്ഞുങ്ങൾ തലതെറിച്ച് പോകരുത്. ഭാര്യ ഒരു വഴി, ഭർത്താവ് ഒരു വഴി, കുഞ്ഞൊരു വഴിയാകെ കുടുംബം ചിഹ്നിക്കപ്പെടக்கூடாது. കർത്താവെ സഭകൾ ഇടിയപ്പെടக்கூடாது. സഭയ്ക്കുള്ള ദൈവ സമാധാനം, ദൈവ സന്തോഷം, ഒരു മനസ്സ് ദൈവം കൊടുക്കണം. പരിശുദ്ധാത്മാവിന്റെ സകല ലീഡിങ്ങും സഭയ്ക്കകത്ത് കാണണം. ഒരു കള്ള ഉപദേശങ്ങളും സഭയ്ക്കുള്ള വരരുത്, കള്ള കർത്താവെ പ്രവൃത്തികൾ സഭയ്ക്കുള്ള വരരുത്. പൈശാചികന്റെ എന്തൊരു ശക്തിയും സഭകൾക്കുള്ള പോകരുത്. കർത്താവെ വഴക്കോ കുശുമ്പോ കുന്നായ്മയോ പിരിവനകളോ ഒന്നും സഭയ്ക്കുള്ള വരരുത്. ദൈവസ്നേഹത്തിലെ സഹോദര സ്നേഹത്തിലെ ദൈവകൃപയിലെ എല്ലാവരും ഒന്നുപെട്ട് ഒരു മനസ്സോട് കാണുവാൻ കർത്താവ് സഹായിക്കണം. എല്ലാ സഭകളും കർത്താവെ ബലപ്പെട്ടിട്ട്, എല്ലാ ശുശ്രൂഷകളും ബലപ്പെട്ടിട്ട്, എല്ലാ ശുശ്രൂഷകന്മാരും ബലപ്പെട്ടിട്ട് അവരുടെ ഭവനത്തിന്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സ്വർഗത്തിന്റെ കലവ തുറന്നു കൊടുക്കും. വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആൺമക്കൾ പെൺമക്കൾക്ക് അതിലുള്ള വഴികൾ ദൈവം തുറക്കണം. മാതാപിതാക്കൾ കരയുവാൻ, കുഞ്ഞുങ്ങളുടെ ഭാവി നശിക്കുവാൻ ദൈവം സമ്മതിക്കരുത്. കർത്താവേ സ്തോത്രം. എവിടെല്ലാം ജോലിയിൽ പ്രോബ്ലം, എവിടെല്ലാം കമ്പനി പൊട്ടുന്ന സൂചനകൾ, എവിടെല്ലാം കുഞ്ഞുങ്ങൾ എടുക്കുന്ന കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. കൃഷിയോ ആടോ കോഴിയോ കർത്താവ് ഏതായിരുന്നാലും ഏത് തൊട്ടാലും നഷ്ടം അതെല്ലാം കർത്താവ് മാറ്റണം. ഏത് തൊട്ടാലും അത് അനുഗ്രഹമായിരിക്കണം. പ്രതിഫലം കുഞ്ഞുങ്ങൾ അനുഭവിക്കണം. സന്തോഷത്തോടെ ജീവിക്കണം. കർത്താവേ ഇലയുറുന്ന മധുരമല്ല പച്ചമരമായി കർത്താവെ കാണുവാൻ, ഇലയുതിരാത്ത മരമായി കാണുവാൻ കർത്താവ് സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തെ പ്രാർത്ഥിക്കാൻ. എല്ലാ കുടുംബത്തിന്റെ വേദനകളും കണ്ണുനീരുകളും രോഗങ്ങളും ബന്ധനങ്ങളും മാറിട്ട് അനേകർ കുടുംബത്തിലും ഹോസ്പിറ്റലിലും കടക്കയിൽ കിടക്കുന്ന കർത്താവെ, മറ്റുള്ളവരുടെ ആശ്രയമില്ലാതെ എഴുന്നേൽക്കാനോ ഇരിക്കാനോ ആഹാരം കഴിക്കാനോ കഴിയാതെ കിടക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അവർക്കെല്ലാവരും ദൈവം വിടുതലേ കൊടുക്കണം. കർത്താവേ സ്തോത്രം. ആരുടെ എല്ലാം കർത്താവെ നടുവിന് ബെൽറ്റ് ഇട്ടിരിക്കുന്നു, ബെൽറ്റ് ഇല്ലാതെ എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല, ബെൽറ്റ് എല്ലാം ഊരി എറിയണം. ആരെല്ലാം വീൽ സൈക്കിൾ യൂസ് ചെയ്യുന്നു അത് വലിച്ചെറിയണം. കാല് കുത്തി എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുവാൻ ദൈവം തമ്പുരാൻ സഹായിക്കണം. അവരുടെ നാടി നരമ്പുകൾ ബലപ്പെടണം. ആർക്കെല്ലാം കർത്താവെ ബൈപ്പാസ് ഓപ്പറേഷൻ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നു അത് നടക്കാതെ ദൈവം തന്നെ അത്ഭുതം ചെയ്യണം. ആരുടെ എല്ലാം എലുമ്പുകൾ മുറിക്കണം, അസ്ഥികൾ മുറിക്കണം. ആർക്കെല്ലാം കാലിലെ കൈകളിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുന്നു അവിടെ എല്ലാം ദൈവത്തിന്റെ കരം വെളിപ്പെട്ടത് ക്യാൻസൽ ആകണം. അത്ഭുത സുഖമുണ്ടാകണം. കർത്താവ് എവിടെല്ലാം എന്നെ യൂട്രസ് റിമൂവ് ചെയ്യണം, ബ്രസ്റ്റ് റിമൂവ് ചെയ്യണം. കർത്താവെ ക്യാൻസറിന്റെ മുഴകളാണ്, അത് ശരീരം മുഴുവൻ പരവിക്കൊണ്ടിരിക്കുന്നു. അത് രക്തത്തിലെ ക്യാൻസർ, മാംസത്തിലെ ക്യാൻസർ, അസ്ഥിയിലെ ക്യാൻസർ, യേശുവിന്റെ നാമത്തിൽ സുഖമാകണം. മുഴകളെല്ലാം ഉരുകണം. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കണം. ക്യാൻസറിന്റെ കൃമിയെല്ലാം തീക്കകത്ത് എരിഞ്ഞ് ചാമ്പലാകണം. എല്ലാ തീരാതെ രോഗങ്ങളും, എല്ലാ ശാപങ്ങളും, എല്ലാ ഷുഗർ കംപ്ലൈന്റ്, കണ്ണിന്റെ കാഴ്ചകൾ കുറയുന്നു. കർത്താവെ ശരീരം ക്ഷീണിക്കുന്നു, ശരീരം ക്ഷയിക്കുന്നു. കർത്താവെ സ്തോത്രം. ആമേൻ ആണ്ടവരെ നമുക്ക് നന്ദിയപ്പ. എല്ലാ കൊടൂരമായിരിക്കുന്ന ആ രോഗത്തിന്റെ ബന്ധനം മക്കളെ വിടുവിച്ച് രക്ഷിച്ച് അവരെ കർത്താവെ കാത്തു സൂക്ഷിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുത്തരെയും കൈവിടരുത്, ഒരുത്തരെ ഉപേക്ഷിക്കരുത്. വചനത്തിന് അനുസരിക്കുവാൻ, വചനത്തിന് കർത്താവെ ചെവി കൊടുക്കുവാൻ, വചനത്തിനകത്ത് കർത്താവ് നിൽക്കുവാൻ, വചനത്തെ പിടിക്കുവാൻ, വചനത്തെ പുജിക്കുവാൻ കർത്താവെ നീ കൃപ തരണം ഞാൻ പ്രാർത്ഥിക്കാൻ. ഒരുത്തരും കൈവിട്ട് പോകരുത്, ഒരുത്തരും താളടിയാകരുത്, ഒരുത്തരും ക്ഷീണിതരാകരുത്, ഒരുത്തരും ദൈവത്തിന്റെ കോപത്തിന് പാത്രമാകുവാൻ ദൈവം ഒരു കാലത്ത് സമ്മതിക്കരുത്. കർത്താവിന്റെ കരം ഓരോരുത്തർക്കും അനുഗ്രഹമായി മാറട്ടെ, ആശ്വാസമായി മാറട്ടെ, ആനന്ദമായി മാറട്ടെ. ദൈവത്തിന്റെ വലിയൊരു സന്തോഷം
നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുവാൻ ദൈവം സഹായിച്ചാട്ട്. ഒരുത്തർക്കും ഒരു നഷ്ടം വരുവാൻ ദൈവം സമ്മതിക്കരുത്. ഒരു കുടുംബത്തിലും കണ്ണുനീര് വേണ്ട. കർത്താവെ, കേരളത്തില്, കർത്താവ് ഇന്ത്യയില്, തമിഴ്നാട്ടില് കർത്താവെ കർത്താവെ പിടിച്ച നിമിത്തമാകെ അനേക കുടുംബങ്ങളിൽ കണ്ണുനീര് കൈമാണ്. ഒരു കുഞ്ഞിന്റെ സാക്ഷി നോക്കുമ്പോൾ അവന്റെ വീടിന്റെ പാല് കാച്ചണം, അതുപോലെ എൻ്റെ വിവാഹ കാര്യങ്ങൾ പെണ്ണ് നോക്കി വെച്ചിരിക്കുന്നു, ആ കുടുംബത്തിലേക്ക് അവന്റെ ശവം വരുമ്പോൾ ആ കുടുംബം എത്രമാത്രം ദുഃഖത്തിലിരിക്കും കർത്താവെ. അതുപോലെ എന്തുമാത്രം കുടുംബങ്ങൾ കർത്താവെ സ്തോത്രം കണ്ണുനീരിലും നെടുവീർപ്പിലും ഇരിക്കുമ്പോൾ അത് ആ മുറിവുകളെ പൊറിപ്പിക്കാൻ ആരെയും കൊണ്ടും പറ്റത്തില്ലപ്പാ. അവിടെ എല്ലാം നിന്റെ കരമിരിക്കണം. അങ്ങനെയുള്ള വിപത്തുകൾ ഒരുത്തർക്കും വരരുതേ, ആപത്ത് വരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഏൽപ്പിക്കുന്ന അപ്പച്ചന്മാർക്കാരിച്ചതിനായി സ്തോത്രം, പ്രാർത്ഥനയായി സ്തോത്രം, അടിയനെ ശക്തീകരിച്ചതിനായി സ്തോത്രം. ദൈവനാമം മാത്രം മഹത്വം എടുക്കട്ടെ. സകല മഹത്വം തിരുമേനിക്ക് യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. തുടർന്ന് പ്രാർത്ഥിക്കാം. ഈ വാക്യങ്ങൾ നിങ്ങൾ വായിക്കുക, വിശ്വസിക്കുക, ഏറ്റെടുക്കുക, അനുസരിക്കുക, അടിയനെ പ്രാർത്ഥിക്കുക. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലെസ് യു. ഇന്നൊരു കാര്യം, മാക്സിമം ഇനിയും ഇങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അയക്കാതെ നിങ്ങൾ വാട്സപ്പിലെടുത്ത് മിറാക്കിൾ AG ചർച്ച് നിട്ടാൽ മതി. മിറാക്കിൾ AG ചർച്ച് നിട്ടാൽ വാട്സപ്പിൽ നിങ്ങൾക്ക് ഈ മെസ്സേജ് എല്ലാം കിട്ടും. അത് അങ്ങനെയുള്ള ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒത്തിരി പേർക്ക് ഇതിങ്ങനെ അയക്കുന്ന ഒത്തിരി പ്രയാസമായതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും വന്നിട്ടില്ലെങ്കിൽ ഉടനെ എനിക്ക് കാൽ ചെയ്താൽ മതി, ഉടനെ അയച്ചു വയ്ക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു.